രക്ഷപ്പെട്ടു. ഞാൻ പേടിച്ചു പോയി സത്യേ. ചേച്ചിയമ്മ അല്ല സത്യടമ്മ എന്നെ കണ്ടിട്ടാ വരുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. ഞാനും ഭാഗ്യം. സഹായിക്കണോ സത്യേ? വേണ്ട, പപ്പീന്ന് എന്റെ ഗസ്റ്റ് അല്ലേ. ഗസ്റ്റിനെ കൊണ്ടാരെങ്കിലും വീട്ടിലെ പണിയൊക്കെ ചെയ്യിക്കുമോ? എന്ന് സത്യമാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഏയ് അമ്മയാ. അമ്മയില്ലെങ്കിൽ ശാരദാമ്മ വന്ന് ചെയ്തു തരും. ആ ഇനി പപ്പി കയറി കിടന്നോ. ഞാൻ പതിപ്പിച്ചു തരാവേ. സത്യം കിടക്കുന്നില്ലേ? പിന്നല്ലാതെ. മോളെ ദാ എടി, നിനക്ക് കിടക്കാറായില്ലേ? അമ്മ കിടന്നോ, എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നീ എന്താ വാതില് തുറക്കാത്തെ? നിങ്ങൾ പൊക്കോ, എനിക്കിപ്പോ എഴുന്നേറ്റ് വരാനൊന്നും വയ്യ. നീ വാതില് തുറന്നേ. മുൻവശത്തെ വാതിലിൽ ആരും മുട്ടിയെന്ന് തോന്നുന്നില്ല. ആ ശരിയാ, ഈ സമയത്ത് ഇതാരാ? ഞാൻ നോക്കിയിട്ട് വരാം. മോളെ വാതിലൊന്ന് തുറന്നേ. നിങ്ങൾ പോയി കിടന്നോ, എനിക്കിപ്പോ എഴുന്നേറ്റ് വന്ന് വാൽ തുറക്കാൻ വയ്യ. മോളെ കുഞ്ഞ് വാതിൽ തുറക്കടിയേ. എനിക്ക് എഴുന്നേക്കാൻ വയ്യ ശാരദാമ്മേ, ഞാൻ ഇവിടെ കിടക്കുവാ. ഓ പോരെ. ഇനി ഇതാരാ? എന്താടി ശ്യാമേ? ശ്യാമേ, നീ എന്തിനാ കരയുന്നേ? ശ്യാമേ എന്താ? എന്താണ് കുഞ്ഞേച്ചി? ശ്യാമേ, നീ എന്താ കാര്യം വെച്ചാ പറ. നമ്മുടെ പാപ്പി മോളെ കാണാറില്ല കുഞ്ഞേച്ചി.
പപ്പിയെ കാണാനില്ലെന്നോ? നീ എന്തായി പറയുന്നേ? വീട് മുഴുവൻ നോക്കിയോ? അവളിത് എവിടെ പോയതാ? നോക്കി, എല്ലായിടത്തും അന്വേഷിച്ചു, എങ്ങും കാണാനില്ലമ്മ. എന്നിട്ട് അവിടെയൊക്കെ അന്വേഷിക്കാതെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? മറ്റെന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താണെന്ന് തുറന്നു പറ. എന്താടി എടി പറയാൻ എന്താ മോളെ? കാർത്തികേ, കള്ളം പറയുന്നോടി. കണ്ടില്ലേ, ഇവൾക്കൊരു കുഴപ്പമില്ല. ശരിയാ, എന്റെ കുഞ്ഞേച്ചി അടിച്ചിറക്കിയപ്പോ എന്റെ കുഞ്ഞേച്ചി ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി ഞാനൊരു കള്ളം കാണിച്ചു എന്നുള്ളത് സത്യമാ. അത് ഈ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചി ഒന്നിക്കാൻ വേണ്ടിയായിരുന്നു. പറയടി, പറ, എന്റെ മോളെവിടെ? പറയാൻ സത്യമേ, സത്യമേ. ഷമേ, നീ കരയാതെ. നമ്മുടെ പപ്പിക്ക് ഒന്നും സംഭവിക്കില്ല. നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന് പിന്നിൽ മറ്റാരുമല്ല, ആ കാർത്തിക ആവാനാ ചാൻസ്.